ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ത്രിബിളൈറ്റ് മെറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് നോക്കിയാലോ. എന്തുകൊണ്ടാണ്? വീഡിയോ പൊളിച്ചൊന്ന് ഫസ്റ്റ് വന്ന് പേജ് ഓഫ് പെൻറ്റിക്കൽസ്, 2 of cups, 6 of wands, king of pentacle, knight of pentacle, queen of cup, 8 of cup, page of wands, ace of cup, seven of sword, queen of pentacle, king of sword, seven of cup, വേൾഡ് കാർഡ് കിട്ടിയിരിക്കുന്നത്. 6 ഓഫ് സോളാണ് ബോട്ടം. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത്. ഡെസ്റ്റിനി. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് വെച്ചാൽ ഡെസ്റ്റിനി ആണ്. ഭാഗ്യം, ചിലപ്പം ഭാഗ്യം വരാം. ഓരോ വ്യക്തിയുടെയും എന്താണോ ചെയ്ത പ്രവൃത്തി അതനുസരിച്ചിട്ട് ഒന്നിക്കൽ കാലചക്രം കറങ്ങി വരുമ്പോൾ ചിലപ്പം ഭാഗ്യമായിരിക്കും ചിലപ്പം നമ്മൾ തേടി വരുന്നത്. ചിലപ്പം എന്തെങ്കിലും ആക്സിഡൻ്റ് ആവാം, എന്തെങ്കിലും ചിലപ്പം ലോട്ടറി അടിക്കാം, ചിലപ്പം തീരെ അവതാളത്തിലേക്ക് പോകാം. അത് ഓരോ വ്യക്തിയും ചെയ്ത കർമ്മം അനുസരിച്ച് യൂണിവേഴ്സ് തരുന്നതാണ്. വീൽ ഓഫ് ഫോർച്യൂൺ മാറ്റം വരുന്നു. ചിലപ്പം നിങ്ങൾക്ക് പെയിൻ തരുന്ന സംഭവമായിരിക്കാം, ചിലപ്പം നിങ്ങൾക്ക് ഏറ്റവും ലോട്ടറി അടിക്കുന്ന പോലത്തെ ഭാഗ്യം വരുന്ന സംഭവമായിരിക്കാം. അതെല്ലാം യൂണിവേഴ്സിന്റെ കൈകളിലാണ്. യൂണിവേഴ്സാണ് അത് തീരുമാനിക്കുന്നത്. അത് ഒരു മേജർ ആർക്കാന കാർഡാണ്. അതുകൊണ്ട് നമ്മുടെ കൈകളിലല്ല. നല്ല കർമ്മമാണെങ്കിൽ അതിൻ്റെ റിസൾട്ട്, ചീത്ത കർമ്മമാണെങ്കിൽ അതിൻ്റെ റിസൾട്ട്. അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. ഇപ്പം ഒരു കാർമിക് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത്. അതാണ് ഒരു കർമ്മ എല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് പേജ് ഓഫ് പെൻറ്റിക്കലാണ്. പേജ് ഓഫ് പെൻറ്റിക്കൽ എന്ന് വെച്ചാൽ ഒരു നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നൊരു അവസ്ഥയാണ്. ഒരു എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിട്ടാണ് ആ വ്യക്തി ഇരിക്കുന്നത്. എന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാലും നിങ്ങളിലേക്ക് എത്തണം എന്നാണ്. നിങ്ങൾ ഇപ്പം നോ കോണ്ടാക്റ്റ് ആണെന്നാണ് കാണുന്നത്. ഇങ്ങോട്ടുള്ള കാർഡുകളിലെല്ലാം കാണുന്നത് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെന്നാണ്. അപ്പം നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ലോക്കാക്കി വെക്കണം, സേഫാക്കി വെക്കണം.
കരിയറെല്ലാം സക്സസ് ആക്കി എടുക്കണം എന്നൊക്കെയാണ് ആ വ്യക്തിയുടെ പേജ് ഓഫ് പെന്റിക്കിളിൽ ആ വ്യക്തി എടുക്കുന്ന ഡിസിഷൻ. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന വ്യക്തിനെ അവിടെ കാണുന്നത്. ആ വ്യക്തിക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മാത്രമാണ്. പക്ഷെ ആ വ്യക്തി ഇപ്പം എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടീൻ്റെ വലിയ കൺട്രോളിലാണ് ആ വ്യക്തി ഉള്ളത്. വളരെ വളരെ അങ്ങനത്തെ തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടി അതുകൊണ്ട് നിങ്ങളിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല. വിചാരിച്ച പോലെ ഒരു കാര്യവും നടക്കുന്നില്ല. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ജോലി പ്രശ്നമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, കൊടുത്ത പണം കിട്ടാത്ത അവസ്ഥയുണ്ട്. ആ വ്യക്തി അപ്പോൾ അതിൽ നിന്നെല്ലാം ആ വ്യക്തി എന്ത് റിസ്ക് എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തണം എന്നാണ് ആ വ്യക്തിയുടെ തീരുമാനം. നിങ്ങളെ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അത്രയും നിങ്ങളെ തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഈ റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്ത് പിടിച്ച്, ഇത് മറ്റൊരാൾക്ക് ഞാൻ കൊടുക്കില്ല, ഇത് എൻ്റെതാണ്, എൻ്റെ സ്വന്തമാണെന്നാണ് ആ വ്യക്തി കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ആ വ്യക്തി പറയുന്നത്. അത്രയും ആ വ്യക്തി നിങ്ങളെ മറ്റാർക്കും കൊടുക്കില്ല. അത്രയും ഇഷ്ടമാണ് ആ വ്യക്തിക്ക് നിങ്ങളോട്. പക്ഷേ മാറി നിൽക്കുന്നത് സാഹചര്യമാണ്, ആ വ്യക്തിയുടെ സാഹചര്യമാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. എന്നിട്ടും ആ വ്യക്തി എന്ത് റിസ്ക് എടുത്തിട്ടാലും നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ്. അടുത്തത് 2 ഓഫ് കപ്പാണ്. ഒരുപോലത്തെ സ്നേഹമാണ് രണ്ടുപേർക്കും, അത്രക്ക് സ്നേഹമാണ് രണ്ടുപേരും. ഇതാ മിററിംഗ് ആണ്, ഒരുപോലത്തെ സ്നേഹം. എന്താണോ അങ്ങോട്ട് നെഗറ്റീവാണ് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് നെഗറ്റീവ് തന്നെയാണ്. ആ വ്യക്തിയുടെ മനസ്സിലും തോട്ട്സിലും നെഗറ്റീവ് തന്നെ വരും. നിങ്ങൾ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്കിൽ ആ വ്യക്തിയും പോസിറ്റീവാണ് ചിന്തിക്കുന്നത്. അപ്പം മിററിംഗ് ആണ്. എന്താണോ രണ്ടുപേരും സോൾമേറ്റാണ്, ഡിവൈൻ അനുഗ്രഹിക്കപ്പെട്ട ബന്ധമാണ്, ഇമോഷണലി കണക്റ്റഡാണ്, അത്രയും കണക്റ്റാണ് ഇമോഷണലി. തുല്യത, കൊടുത്ത സ്നേഹം തിരിച്ചു കൊടുക്കണം എന്നാണ് രണ്ടുപേരും, ഇനിയും കൂടുതൽ സ്നേഹിക്കണം എന്നാണ് രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. ഒന്നിനോടും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു ബന്ധമാണ്. അത്രയ്ക്ക് അട്രാക്റ്റാണ്, അത്രയും അട്രാക്റ്റാണ്. ട്വിൻ ഫ്ലെയിം എന്ന് പറയാം. പക്ഷെ ട്വിൻ ഫ്ലെയിം എല്ലാം അപൂർവങ്ങളിൽ അപൂർവം കിട്ടുന്നതാണ്. സോൾമേറ്റോ അങ്ങനത്തെ അത്രയും യൂണിവേഴ്സൽ കിട്ടിയ ഒരു ബന്ധമാണിത്. രണ്ടുപേരും അങ്ങനെ അട്രാക്റ്റാണ്. നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രം, വേറെ ആർക്കും നിങ്ങൾക്ക് പകരമാവാൻ പറ്റില്ല ഈ ബന്ധത്തിന്. പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഈ ബന്ധത്തെ തകർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്, ശത്രുക്കൾ ഒരുപാടുണ്ട്. നിങ്ങൾ വീണ്ടും സ്നേഹം കൈമാറും എന്നാണ് കാണുന്നത്. തെറ്റിദ്ധാരണ രണ്ടുപേർക്കും മറക്കുവാൻ പറ്റില്ല. അടുത്തത് 6 of Wands ആണ്. ആ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ അത്രയും സെൽഫിഷാണ്. ഒരിക്കലും നിങ്ങളെ മറ്റൊരാൾക്ക് കൊടുക്കൂല. 6 of Wands എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നൊരു സക്സസ്സിലേക്ക് എത്തണം. പ്രയത്നിച്ച് വിജയിച്ചൊരവസ്ഥയാണ്. ആ വ്യക്തി പ്രയത്നിക്കുകയാണ്, വളരെ വളരെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രസിദ്ധി, അഭിമാനം, സ്ഥിരമായിട്ട് ഒരു സന്തോഷം വരുന്നു. റീയൂണിയൻ എന്തായാലും ഉണ്ട്, ഉറപ്പായിട്ടും റീയൂണിയൻ നടക്കും. നിങ്ങളെ ലൈഫ് ലോങ് കൂടെ വേണം, നിങ്ങളെ കൂടെ തന്നെ ലൈഫ് അങ്ങോളം എൻജോയ് ചെയ്ത് ജീവിക്കും ആ വ്യക്തി. 6 of Wands എന്ന് പറഞ്ഞാൽ തലയുയർത്തി സക്സസ് നേടിയിട്ട് വരുന്നൊരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്.
പഴയ ബോണ്ടിങ്ങിലേക്ക് വരണം എന്നാണ്. പഴയ ആ ബന്ധം തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നത്. അടുത്തത് കിങ് ഓഫ് പെന്റിക്കലാണ്. ഒരു ധനികൻ, എല്ലാം തികഞ്ഞ ഒരു സെൽഫിഷായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കാര്യത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ മാറി നഷ്ടപ്പെട്ട ഇതെല്ലാം നിങ്ങളിൽ തന്നെ നേടിയെടുക്കും. ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ കൂടെ ഉണ്ടായപ്പോൾ എനിക്ക് അത്രയും ഗ്രോത്ത് എല്ലാം വരുന്നുണ്ടായിരുന്നു. അതായത് 2 ഓഫ് കപ്പാണ്. 2 ഓഫ് കപ്പ് ആകുമ്പം തമ്മിൽ ചേരുമ്പോൾ വളരെ സക്സസ്സിലേക്ക് പോകുന്നു, അബണ്ടൻസ് വരുന്നു. ഒരു കിങ് ഓഫ് പെന്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്തു കാര്യം വിജയത്തിലെത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അത് വിജയിച്ചെടുക്കാനുള്ളൊരു കഴിവുള്ളൊരു വ്യക്തിയാണ്. അടുത്തത് നൈറ്റ് ഓഫ് പെന്റിക്കലാണ്. നൈറ്റ് ഓഫ് പെന്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു സൂക്ഷിച്ചിട്ടാണ് ആ വ്യക്തി എന്തും ഒരു ചെലവാക്കുന്നതും എന്തും സൂക്ഷിച്ചിട്ടേ ആ വ്യക്തി ഒരു തീരുമാനം എടുക്കുള്ളൂ. അങ്ങനെ ഒരു വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എന്തും ചെയ്യുള്ളൂ ആ വ്യക്തി. ഫിനാൻഷ്യൽ സ്റ്റക്ക് ഉണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. നിങ്ങളെ തന്നെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. അപ്പം ആ വ്യക്തി ഒരു വ്യക്തിക്ക് ഒരു വാക്ക് കൊടുത്താൽ അത് കൊടുത്തു തന്നെയാണ്. അത് സത്യസന്ധമായൊരു സ്നേഹമായിരിക്കും. അടുത്തത് ക്യൂൺ ഓഫ് കപ്പാണ്. ഇമോഷൻസ് ആണ്. ക്യൂൺ ഓഫ് കപ്പ് വെച്ചാൽ വളരെ ഇമോഷൻസ് ആണ്. റെസ്പെക്റ്റിൽ സഹാനുഭൂതിയിലുള്ളൊരു വ്യക്തിയാണ്. അത് ഇമോഷണലി കണക്റ്റഡാണ്. നിങ്ങൾ തമ്മിൽ ഇമോഷണലി അങ്ങനെ കണക്റ്റഡാണ്. നിങ്ങൾക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളിങ്ങനെ ഉള്ളിൽ സങ്കടം പിടിച്ചു നിൽക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാം ശരിയാകും. നിങ്ങളെ ദുഃഖിച്ചിരിക്കേണ്ടെന്ന്. എന്തൊക്കെയോ തെറ്റ് ചെയ്തു പോയി ആ വ്യക്തി ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുന്നുണ്ട് കേട്ടോ. മനസ്സിൽ അങ്ങനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ക്യൂൺ ഓഫ് കപ്പ് എന്ന് വെച്ചാൽ അത്രയും ഇമോഷണലി കണക്റ്റഡ് ആണ്. അടുത്തത് 8 ഓഫ് കപ്പാണ്. ആ വ്യക്തി തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിൽ നിന്ന് ആ വ്യക്തി ഒരുപാട് അനുഭവിച്ചു. അതാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. ജോലി പ്രശ്നമുണ്ട്, കൊടുത്ത പണം കിട്ടാത്ത അവസ്ഥയുണ്ട്. പിന്നെ തേർഡ് പാർട്ടീൻ്റെ ആ കൺട്രോളിൽ നിന്ന് മൂവ് ഓൺ ആവാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. തേർഡ് പാർട്ടീൻ്റെ പിടിയിൽ നിന്നാൽ ശരിയാവില്ല. 8 ഓഫ് കപ്പ് അവിടുന്ന് മെല്ലെ ഉൾവലിയണം, അവിടുന്ന് എങ്ങോട്ടേക്കും വീഴണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. മെൻ്റലി തകർന്നൊരവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത്. ഉറക്കക്കുറവ് കാണുന്നു. ഉള്ളിൽ നിങ്ങളോട് വലിയ ഇഷ്ടമുണ്ട്. ഇതെല്ലാം കൂടെ ആ വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും പക്ഷെ പുറത്ത് ആരെയും കാണിക്കൂല. ഉള്ളിൽ ഉള്ള സ്നേഹവും സങ്കടവും ഒന്നും ആരെയും കാണിക്കൂല. എല്ലാം ഉള്ളിൽ ഇങ്ങനെ അവന് സഹിക്കുന്ന ഒരു വ്യക്തിയാണ്. തേർഡ് പാർട്ടി ഇത്രയും കാലം തേർഡ് പാർട്ടിക്ക് തന്നെ എല്ലാം
തേർഡ് പാർട്ടിക്ക് വേണ്ടി എല്ലാ ഹെൽപ്പ് ചെയ്യുമോ, തേർഡ് പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുക. ഇനി അതിൽ നിന്നൊന്ന് മൂവ് ഓൺ ചെയ്യാനാണ് ആ വ്യക്തിയുടെ തീരുമാനം. 8 ഓഫ് കപ്പ്. വ്യക്തി ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ സമയം എത്ര കാലമായി ഇങ്ങനെ ഒരിക്കലും ശരിയാവുന്നില്ല, ഇങ്ങനെ നിന്നാലും ശരിയാവില്ല എന്നാൽ അതാണ് എല്ലാം ശരിയായിട്ട് നിങ്ങളുടെ അടുത്ത് വരണമെന്ന് വിചാരിച്ചിട്ടാണ് ആ വ്യക്തി ഇത്രയും കാലം നിന്നത്. ഇതൊന്നും ഒന്ന് മാറി ഒന്ന് സമയം ശരിയാകുമ്പോൾ ഇതൊക്കെ ഒന്ന് മാറി കിട്ടുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഓടി വരാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇത് തേർഡ് പാർട്ടിയിലെ കൺട്രോൾ കൂടി വരിക ഇന്ന്. അപ്പോൾ അവിടെ ഒന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് ആ വ്യക്തി തീരുമാനം എടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചം വരുന്നുണ്ട് ആ വ്യക്തിക്ക്. നിങ്ങൾക്ക് അവരോട് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്, ഇങ്ങനെ നിർത്തിക്കുന്നതുകൊണ്ട്, ഇങ്ങനെ ഒരു ഇതും തരാതെ കൊണ്ട് നിർത്തിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് അറിയാം ആ വ്യക്തിക്ക്. ആ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുടെ വലയിൽ നിന്ന് വരാൻ പറ്റണ്ടേ, അതാണ്. അപ്പം അതാണ് അവസ്ഥ, വ്യക്തിയുടെ അവസ്ഥ. എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് അവസ്ഥ. നിങ്ങളെ മാത്രം ആ വ്യക്തിയുടെ പങ്കാളിയായിട്ട് നിങ്ങളെ മാത്രമേ ആ വ്യക്തി കാണുന്നുള്ളൂ. അതൊന്നും തുറന്ന് പറയാൻ പറ്റുന്നില്ല. അതാണ്. അവരെ ആരോ നന്നായിട്ട് ചീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ അവർ സന്തോഷത്തിൽ കാണുന്നതേ ഉള്ളൂ. മനസ്സിൽ വളരെ ഉള്ളിൻ്റെ ഉള്ളിൽ നേറി പുകയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് ആ വ്യക്തി കഴിഞ്ഞു പോകുന്നത്. നിങ്ങളെ അടുത്തൊന്ന് വേണം, നിങ്ങളെ ഒരിക്കൽ അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു കേട്ടോ. ഒന്ന് അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ വിട്ടു പോകേണ്ടി വന്നത്. നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത്. തേർഡ് പാർട്ടി പല വാഗ്ദാനവും പല പ്രലോഭനങ്ങളും കാണിച്ച് അട്രാക്റ്റ് ചെയ്യിപ്പിച്ചെടുത്തതാണ് നിങ്ങളുടെ വ്യക്തിയെ. ആളെ മയക്കിയെടുക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. നിങ്ങളെ കൊണ്ട് നെഗറ്റീവായ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സെപ്പറേറ്റ് ആക്കിയതാണ്. നിങ്ങൾ മാറി നിന്ന് സെൽഫ് ലവ് എല്ലാം ചെയ്ത് നിങ്ങൾ നല്ല അടിപൊളിയായി മാറിയിട്ടുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ നല്ല അടിപൊളിയായി ഡ്രസ്സിങ് സ്റ്റൈലെല്ലാം മാറ്റി നല്ല അടിപൊളിയായി പോകുന്നത് കാണുമ്പോൾ ആ വ്യക്തിക്ക് ആകെ ടെൻഷനാവുന്നത്. അവർക്കൊന്നും പറ്റുന്നില്ല, നിങ്ങളോട് ഓടി വരാനും പറ്റുന്നില്ല, ഒന്നും മിണ്ടാനും പറ്റുന്നില്ല. നിങ്ങൾക്ക് മറ്റൊരാളുമായിട്ട് ഇമോഷണലി കണക്ട് ഉണ്ടോ എന്നൊക്കെ ഡൗട്ട് ചെയ്യുന്നുണ്ട് ആ വ്യക്തി. അപ്പം ആ വ്യക്തി മാറി നിൽക്കുന്നതിൻ്റെ കാരണം തേർഡ് പാർട്ടിയുടെ കൺട്രോളാണ്. ഒരു തരത്തിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള പണിയെല്ലാം ആ വ്യക്തി എടുക്കുന്നുണ്ട്. മൂവ് ഓൺ ചെയ്യണം, ആ തേർഡ് പാർട്ടിയിൽ നിന്ന് ഒന്ന് മൂവ് ഓൺ ആവണമെന്ന് ആ വ്യക്തി ഉറച്ച് തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മടുത്തു, കാത്തു നിന്നിട്ട് നിങ്ങൾക്ക് മടുത്തു. ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് വേദന മാത്രമേ ആ വ്യക്തിക്ക് സമ്മാനിക്കാൻ കഴിയുന്നുള്ളൂ എന്നാണ് ആ വ്യക്തി സങ്കടപ്പെടുന്നത് കേട്ടോ. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നല്ല സന്തോഷം കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കും. പക്ഷേ വന്ന് കിട്ടുമ്പം തരുന്ന എന്താ, വേദന തന്നെ സമ്മാനിക്കാൻ കഴിയുന്നുള്ളൂ, വേദന സമ്മാനിക്കാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ ദൈവമേ എന്ന് പറയുന്നൊരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. എപ്പോഴും വേദന മാത്രമല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്ന്. അടുത്തത് പേജ് ഓഫ് വൺസ് ആണ്. പേജ് എന്ത് തടസ്സമുണ്ടെങ്കിലും റിസ്ക് എടുത്ത് വരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ആ വ്യക്തി. എങ്ങനെയാലും ഇതിൽ നിന്നൊരു മാറ്റം വരുത്തണമല്ലോ. ഈ മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി എന്ന് കാണുന്നത്. കുറച്ച് കാലമായി ഇത് മാറി നിൽക്കാൻ തുടങ്ങിയിട്ടെന്ന്. കാലങ്ങൾ കഴിയുന്നു, എനിക്കൊന്നും ഒരു ചലനം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ എന്ത് റിസ്ക് എടുത്തിട്ടാലും ഇതിനെ ഞാൻ മാറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. നിങ്ങളിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നത്. ഒരു സ്വാതന്ത്ര്യം കിട്ടണം ലൈഫിൽ. ഇങ്ങനെ ഈ തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിൽ തന്നെ എനിക്ക് ലൈഫ് വേണ്ട എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം
നിങ്ങളുടെ ബന്ധം കൊണ്ടുവരണമെന്ന്, നിങ്ങൾക്ക് എല്ലാവിധ സന്തോഷവും തരണം, നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ വാങ്ങിത്തരാൻ ആ വ്യക്തി ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഗിഫ്റ്റെല്ലാം ഉള്ളുകൊണ്ട് നൂറോട്ടം തരുന്നുണ്ട് കേട്ടോ, കൈകളിലെത്തുന്നില്ല എന്നേ ഉള്ളൂ. അത്രയും ഉള്ളുകൊണ്ട് തരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. ആ വ്യക്തിയുടെ നിസ്സഹായ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. ആ വ്യക്തി ഉള്ളുകൊണ്ട് ഒരുപാട് ഗിഫ്റ്റിംഗ് ഒക്കെ വാങ്ങിത്തരുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയാനല്ല ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു, വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ എന്തായി, നിങ്ങൾ എങ്ങോട്ട് പോകുന്നത്, നിങ്ങൾ ആരുമായിട്ട് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഉണ്ടോ എന്നൊക്കെയുള്ള മനസ്സിന്ന് അങ്ങനെ എന്താ പറയുക, അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. നിങ്ങളെ അറിവ് എന്തെങ്കിലും ഒരു പോയിന്റ് എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ആടെ ചാടി വീണ് അന്വേഷിക്കുന്നുണ്ട് ആ വ്യക്തി. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് ചാടി വീഴുന്നൊരു വ്യക്തിനെയാണ് കാണുന്നത്. അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു വ്യക്തി, നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി. അടുത്തത് ഏസ് ഓഫ് കപ്പ്. അറിയാലോ ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിൽ നിറയെ സ്നേഹം, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക്. അതൊന്ന് പ്രകടിപ്പിക്കാൻ കഴിയണ്ടേ, അതൊന്നും പറ്റുന്നില്ല. അതിങ്ങനെ വഴിഞ്ഞൊഴുകുക, ഓടി വരണം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിച്ചിട്ടാലും ഒരിക്കൽ വന്ന് ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. സ്വപ്നങ്ങളിലെല്ലാം അങ്ങനെ ഒരുപാട് ഓടി വരുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഒരുപാട് സ്നേഹമാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, മിസ് ചെയ്യുന്നു. നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ സ്നേഹം ഇങ്ങനെ സിനിമ കാണുമ്പോൾ കാണുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. മാറി നിൽക്കുന്നത് ഈ തേർഡ് പാർട്ടീൻ്റെ, രാക്ഷസീനെ പോലത്തെ തേർഡ് പാർട്ടിയാണ്. പിന്നെ എങ്ങനെയാണ് ആ വ്യക്തിനെ നിങ്ങളെയും തെറ്റിക്കാനുള്ള എല്ലാ പണിയും ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയാണ് കേട്ടാ. തേർഡ് പാർട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ സാരമല്ല, നിങ്ങൾക്ക് കിട്ടും. അന്നത്ര ദുഷ്ടത്തരമുള്ളൊരു തേർഡ് പാർട്ടിയാണിത്. അത്രക്കും മനസ്സിൽ അങ്ങനെ എന്താ, നിങ്ങൾ രണ്ടുപേരും സന്തോഷിക്കരുത്, അതാണ് തേർഡ് പാർട്ടിക്ക് ഹാപ്പി. അത്രയും ഏസ് കപ്പ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ വഴിഞ്ഞങ്ങനെ ഒഴുകുക സ്നേഹം. ഇതോ മറ്റാർക്കും കൊടുക്കൂല, അത് എൻ്റെ സ്നേഹം നിന്നിൽ മാത്രം എത്തിക്കേണ്ടതാണെന്നുള്ള ആ ഒരു എന്താ, അത്രയും സ്നേഹം എൻ്റെ. അടുത്തത് 7 ഓഫ് സോഡാണ്. 7 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ വഞ്ചന, രഹസ്യം, വാക്കൽ ഒറ്റപ്പെടലായിട്ട് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നു. എന്തൊക്കെയോ വഞ്ചന തേർഡ് പാർട്ടി ചെയ്യുന്നുണ്ട് ആ വ്യക്തിനെ. തേർഡ് പാർട്ടീനെ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കുറച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിനെ വല്ലാതെ വഞ്ചിക്കുകയും ഒറ്റപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് ആ വ്യക്തിൻ്റെ ബന്ധത്തിൽ, ആ വ്യക്തിയുടെ കുടുംബത്തിൽ വളരെ ഇഷ്യൂ എല്ലാം നടക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഗൂഢലക്ഷ്യമെല്ലാം തേർഡ് പാർട്ടി ഓരോന്ന് കഴിയുമ്പോൾ ഓരോ ഗൂഢലക്ഷ്യങ്ങളെല്ലാം കൊണ്ട് നടക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പം അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തും. എന്ന് വെച്ചാൽ 2 ഓഫ് കപ്പല്ലേ, നിങ്ങൾ കൂടിച്ചേർന്നല്ലേ പറ്റൂ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എന്തൊക്കെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളിൽ എത്തിച്ചേരും. നമുക്ക് ഫസ്റ്റ് തന്നെ 2 ഓഫ് കപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കണ്ടേ ഇല്ല. അടുത്തത് ക്യൂൺ ഓഫ് പെൻഡിക്കലാണ്. ക്യൂൺ ഓഫ് പെൻഡിക്കൽ എന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞ സ്റ്റേബിളായ എല്ലാ അബണ്ടൻസും സൗന്ദര്യവും ഇൻഡിപെൻഡൻ്റായിട്ട് എല്ലാം ചെയ്യുന്ന ഒരു രാജകുമാരിയെ പോലെ നിങ്ങളെ നോക്കണം. അങ്ങനെയും ആവാം. നിങ്ങളെ ആ വ്യക്തി കാണുന്നത് ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എല്ലാം സ്വന്തമായി ചെയ്യുന്ന, എല്ലാം സ്വന്തമായി ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളിപ്പം, വളരെ ബോൾഡായിട്ടുണ്ട് നിങ്ങളിപ്പം എന്നൊക്കെയാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത് നിങ്ങളുടെ അടുത്തത് കിങ് ഓഫ് സോഡാണ്. കിങ് ഓഫ് സോഡ് എന്ന് വെച്ചാൽ ഒരു
പവർഫുൾ, സത്യസന്ധനായ ഒരു വ്യക്തിയാണ്. ഒരു പൂർണ്ണതയിൽ തന്നെ എത്തിക്കണം, മെൻ്റൽ ക്ലാരിറ്റി എല്ലാം ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഒരു തേർഡ് പാർട്ടീൻ്റെ ഇവിടുന്ന് മൂവ് ഓൺ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു മെൻ്റൽ ക്ലാരിറ്റി എല്ലാം ആ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരെ ഒരു എന്താണ് തേർഡ് പാർട്ടി ഇപ്പം എന്ത് ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നിലും ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. തേർഡ് പാർട്ടീനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ വ്യക്തിക്ക്. പണ്ട് തേർഡ് പാർട്ടീനെ പേടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തേർഡ് പാർട്ടിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുക, തേർഡ് പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ ഒരു വേലക്കാരനെ പോലെ, തേർഡ് പാർട്ടീൻ്റെ വേലക്കാരനെ പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം തേർഡ് പാർട്ടിക്ക് ഇട്ട് പണി കൊടുക്കാൻ ആ വ്യക്തി കുറച്ചു പവർഫുള്ളായിട്ടുണ്ട്. തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ട ഐഡിയ എല്ലാം ആ വ്യക്തി ഇട്ട് വെച്ചിരിക്കുന്നതാണ്. തേർഡ് പാർട്ടിക്കൊന്നും അറിയില്ല. പണ്ടെന്ന് വെച്ചാൽ മനസ്സിലുള്ള എല്ലാം തേർഡ് പാർട്ടിയോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ബുദ്ധൂസിനെ പോലെ കഴിഞ്ഞിരുന്ന വ്യക്തി ഇപ്പം നല്ല ഉഷാറ് വരുന്നുണ്ട്, പവർഫുൾ ആവുന്നുണ്ട്. വ്യക്തിക്ക് ഇപ്പം കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നിന്നാൽ ഒന്നും ശരിയാവില്ല, ഞാനൊന്ന് മുന്നോട്ട് വന്നേ പറ്റും. ഉള്ളിലൊരുപാട് പവറുള്ള വ്യക്തിയാണ്, അതൊന്നും പുറത്തെടുക്കായിട്ടാണ്. അത് 7 ഓഫ് കപ്പാണ്. ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പാണ് അതിലൊരു ചോയ്സായിട്ട് നിങ്ങളെ കണ്ടുപോയി. അപ്പം ആ വ്യക്തിക്ക് അതല്ല, ഇതൊരു സെലക്റ്റീവായ യൂണിവേഴ്സിൻ്റെ തന്നെ യൂണിവേഴ്സാൽ കൂട്ടിച്ചേർത്ത ബന്ധമാണെന്നല്ല ഉള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായി. അടുത്തത് ചോയ്സ് കുറേ ഉള്ള സമയത്ത് ഇതൊന്നും ഓർമ്മയുണ്ടായിട്ടില്ല. അതിലൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കണ്ടുപോയത്. അപ്പം അങ്ങനെയുള്ളതല്ല എന്നുള്ളത് യൂണിവേഴ്സ് ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കി കൊടുത്തു. അതാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഇനിയൊരു അബദ്ധം പറ്റില്ല. പറ്റിയത് തന്നെ വേണ്ട കിട്ടിയിട്ടുണ്ട്. ചീറ്റിങ്ങും എല്ലാം കിട്ടിയിട്ടുണ്ട് ആ വ്യക്തിക്ക്, വേണ്ട കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ വ്യക്തിൻ്റെ അടുക്ക ഒരു തെറ്റും പറ്റില്ല എന്നാണ് ഇവിടെ കാണുന്നത്. എസോ കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരുപാട് അനുഭവിച്ച്. അടുത്തത് വേൾഡ് കാർഡാണ്. ഉദ്ദേശിച്ച നേട്ടം നിങ്ങളെയും കൊണ്ട് ലോകം തേച്ച് ചുറ്റി കറങ്ങണം എന്നെല്ലാം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി ഇപ്പം ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വാല്യൂ കൽപ്പിക്കുന്നത് നിങ്ങൾക്കാണ്. വലിയ ഇഷ്ടം. ജീവിതം അവസാനിക്കുന്നവരെ ഒന്നിച്ച് നിങ്ങൾ വെരി ഇഷ്ടത്തോടു കൂടെ നിങ്ങൾ ഒന്നിച്ച് തന്നെ ഉണ്ടാവുന്ന ആ വ്യക്തി ഉറപ്പിച്ച് നിങ്ങൾക്ക് വാക്ക് തരിക. പിന്നെന്താ വേണ്ടേ? ഞാൻ ഇനി ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല, ഞാൻ വേദന തന്നു പോയത് ഇനി ഓർക്കുകയും വേണ്ട എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത്. അത്രയും വേദന ഈ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ വേദനിക്കുന്നുണ്ട് എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നു. അതാണ്. ഇത്രയും വേദന ഞാൻ തരേണ്ടി വന്നതിന് മാപ്പ് ചോദിക്കുന്നുണ്ട്, മനസ്സിൽ മാപ്പ് ചോദിക്കുന്നുണ്ട്, പുറത്ത് പറയുന്ന പ്രതീക്ഷിക്കണ്ട. അടുത്തത് ബോട്ടം കിട്ടിയിരിക്കുന്ന 6 ഓഫ് സോഡാണ്. പാസ്റ്റിനെ മറന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പരിവർത്തനം, ആശ്വാസം, ഇഷ്യൂവിനെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്യാൻ ആ വ്യക്തി ഇപ്പം പവർഫുൾ ആയിട്ടുണ്ട്. ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് ആ വ്യക്തി. ശനീശ്വരനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ന്യായത്തിൻ്റെ ദേവനാണ് ശനീശ്വരൻ. എന്തൊരു തേർഡ് പാർട്ടി കാണിക്കുന്ന അന്യായത്തിനെയെല്ലാം ശനീശ്വരൻ നേരിട്ടോളും. അവർക്കെല്ലാം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുത്തോളും. ഒന്നും കൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾ മുന്നോട്ട് പോകും. എന്താണെന്ന് വെച്ചാൽ എന്ത് അന്യായം ചെയ്താലും അതിനെ കാണുന്ന ദേവനാണ് ശനീശ്വരൻ. ന്യായത്തിൻ്റെ ദേവനാണ്. ന്യായമേ വിജയിക്കുമെന്നാണ് ശനീശ്വരൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ
പേടിക്കുകയേ വേണ്ട, ന്യായമേ ജയിക്കുള്ളൂ എന്നാണ് പറയുന്നത്. I don't resist when people mention you. മറ്റുള്ളവർ നിന്നെ കുറിച്ച് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കാറില്ല. I timing just want right for yes. നമ്മുടെ സമയം ശരിയായിരുന്നില്ല. I couldn't let you get close to me. നിന്നെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. You don't know how hurt it was to let you go. നിന്നെ വിട്ടയക്കുന്നത് എത്ര ബുദ്ധിമുട്ടായിരുന്നു എന്ന് നിനക്കറിയില്ല. മാറി നിൽക്കേണ്ടി വന്നതായിരിക്കും പറയുന്നത്. ജനുവരി ആയില്യം. എം തൃശ്ശൂർ. ഒക്ടോബർ പൂരം. കൊല്ലം ഐ. ആക്ടർ ചെന്നൈ. ജൂൺ മകീരം. തിരുവനന്തപുരം യു. ട്രാവൽ ബിസിനസ്. രോഹിണി ജൂലൈ. സോൾമേറ്റ് ഉത്രാടം. കോട്ടയം ഡിസംബർ. ട്വിൻ ഫ്ലെയിം പൂരാടം. ഡ്രൈവർ പൂരുട്ടാതി. ആലപ്പുഴ തൃക്കേട്ട. നവംബർ തിരുവാതിര. വയനാട് സി. ബി കണ്ണൂർ. മലപ്പുറം ജി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇത് ആർക്കെല്ലാം റെസിനേറ്റ് ആവുന്നു എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.